എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അന്നേരം ഇന്ന് നമ്മുടെ മുടിയെ കറുപ്പിക്കുന്നതിനും അതുപോലെ മുടിയുടെ സമൃദ്ധമായിട്ടുള്ള വളർച്ചയ്ക്കും താരനും ചൊറിച്ചിലും മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്കെല്ലാം പരിഹാരമായിട്ടുള്ള ഒരു കിടിലൻ വീഡിയോ തന്നെയാണ്. അത് നമുക്ക് സുലഭമായിട്ട് നമ്മുടെ വീടുകളിൽ കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും കെമിക്കലിനെക്കാട്ടി നാച്ചുറലായിട്ടുള്ളതിനാണ് നല്ല റിസൾട്ട് കിട്ടുന്നതും യാതൊരു വിധമായ സൈഡ് എഫക്റ്റ് ഇല്ലാത്തതും. അത് നമ്മുടെ മുറ്റത്ത് ഒരു മൂട് കറ്റാർവാഴയാണുള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ മിക്ക വീഡിയോയിലും കറ്റാർവാഴ ഉപയോഗിക്കുന്നത് കേട്ടോ. അന്നേരം ഇന്ന് നമ്മൾ ഇതിൽ നിന്ന് കറ്റാർവാഴ എടുക്കുകയാണ്. അന്നേരം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് കറ്റാർവാഴയെങ്കിലും മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. മുടിയെ സംബന്ധിക്കുന്ന വീഡിയോയിൽ ഒന്നെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേയും അതും അല്ലെങ്കിൽ ഒരു ഓയിലോ അല്ലെങ്കിൽ നല്ലൊരു പാക്കോ അല്ലെങ്കിൽ ഹെയർ ജെല്ലോ എന്തെങ്കിലുമൊക്കെ 2-3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നത്. അത് നമ്മളിന്ന് രണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് കൂടെ നല്ല റിസൾട്ട് കിട്ടാനും വേണ്ടി ഈ ഒരു കറ്റാർവാഴയുടെ 2 സൈഡും കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് കഴുകി അതിൻ്റെ ഒരു കറയൊക്കെ മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ഉലുവയും കരിഞ്ചീരകവുമാണ്. ഇവയൊന്നും തന്നെ ഒട്ടും പിന്നിലല്ല നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അന്നേരം ഈ 2 സൈഡും കട്ട് ചെയ്തതിൻ്റെ ഒരു കറയൊക്കെ പോയി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു കരിഞ്ചീരകവും ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനി റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഓയിൽ തയ്യാറാക്കാം, ഡൈ തയ്യാറാക്കാം, അതിനോടൊപ്പം തന്നെ നല്ലൊരു ഹെയർ പാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കാര്യം വെച്ചിട്ട് തയ്യാറാക്കാം. പക്ഷെ നമ്മളിന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ചീരകവും ഉലുവയും അതുപോലെ തന്നെ കറ്റാർവാഴയും കൂടെ ചേർന്നും ഇവ 3ഉം കൂടെ ഉണ്ടാകുന്ന ഒരു ഇരട്ടി റിസൾട്ട് കിട്ടാനും വേണ്ടി ഈ ഒരു ജെല്ലിൻ്റെ ഇടയിലോട്ട് ഇവ 2ഉം കൂടെ വെച്ചിട്ട് ഒരു 3-4 ദിവസത്തേന് ഇതിങ്ങനെ തന്നെ വെച്ചേക്കും. മുള പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉലുവ പെട്ടെന്ന് മുള പൊട്ടി വരും. കരിഞ്ചീരകമാണ് കുറച്ച് താമസമുള്ളത്. അന്നേരം 2 കറ്റാർവാഴ തണ്ടിലും ഇതുപോലെ 2 സൈഡും കട്ട് ചെയ്തിട്ട് ഉള്ളി ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇവ 2ഉം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓയിലാണെങ്കിലും ജെല്ലാണെങ്കിലും അതല്ലെങ്കിൽ ഹെയർ പാക്കാണെങ്കിലും അതിനോടൊപ്പം നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡേ ആണെങ്കിലും ഈ രീതിയിൽ ചെയ്യുമ്പം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എന്നും ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. കെമിക്കൽ ഡൈകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പം അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഒരുപാട് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ അതുമൂലം അലർജി പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും മിക്ക ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇങ്ങനത്തുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഉണ്ടാവാറില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമുക്ക് മുടി പൊഴിച്ചിലിനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നരയ്ക്കുന്നതിനൊക്കെ ഒരുപാട് പ്രായമാവുന്നതിനേക്കാട്ടി മുന്നേ നമുക്ക് വരികയാണെങ്കിൽ അതിന് തക്കതായിട്ട് കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി ബ്ലഡ് ടെസ്റ്റും മറ്റു കാര്യങ്ങളും ചെയ്തിട്ട് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരമുള്ള മെഡിസിനും എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആഹാര കാര്യത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ മുടിക്ക് വേണ്ടത് വളരാനും വേണ്ടിയുള്ള ആഹാരങ്ങൾ ക്രമീകരിക്കുക. അതിനോടൊപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങളൂടെ ചെയ്യുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. കറ്റാർവാഴയുടെ ഉള്ളിലിരുന്ന് ആ ഒരു ഉലുവയും കരിഞ്ചീരകവും മുള പൊട്ടി വന്നിട്ടുണ്ട്. കരിഞ്ചീരകത്തേക്കാട്ടി കുറച്ചും കൂടെ നന്നായിട്ട് മുള പൊട്ടി വന്നിരിക്കുന്നത് ഉലുവയാണ്. പെട്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മുള പൊട്ടി വരുന്നത് ഉലുവയാണ്. അപ്പം ഇതിൽ നമ്മൾ അത് നല്ലപോലെ മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം നല്ലൊരു ഹെയർ ഡൈ നമുക്ക് തയ്യാറാക്കാം. മൈലാഞ്ചിപ്പൊടി 2 സ്പൂണും 1 സ്പൂണ് നെല്ലിക്കപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നെല്ലിക്കയായിട്ടുണ്ടെങ്കിൽ ഇത് അരയ്ക്കുന്ന സമയത്ത് കറ്റാർവാഴ അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടാലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ നെല്ലിക്കപ്പൊടിയായിട്ടാണ് ഇരിക്കുന്നത്. നല്ലപോലെ ഇവ 2 മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറ്റാർവാഴയുടെയും അതുപോലെ തന്നെ ഉലുവ കരിഞ്ജീരകം ഇവ 3ഉം കൂടെ ചേർന്നിട്ടുള്ള മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒത്തിരി ടൈറ്റായിട്ട് തോന്നുന്നെങ്കിൽ ലേശം കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ സാദാ വെള്ളമോ തേയില വെള്ളമോ ചേർത്തിട്ട് അരയ്ക്കാം. ഞാൻ ലേശം തേയില വെള്ളം ചേർത്തിട്ടാണ് അരച്ചത്. അന്നേരം തന്നെ എന്നിട്ട് പോലും ഇത്ര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അന്നേരം ഇവയെല്ലാം കൂടെ ഒന്നും കൂടെ നല്ല പോലെ മിക്സ് ചെയ്യുക. കുറച്ചും കൂടെ ഒരു ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചേരുവകൾ കൂടി കഞ്ഞിവെള്ളം ചേർക്കാം, അതല്ലെങ്കിൽ തേയില വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ സാധാ വെള്ളമായാലും മതി. മിക്സ് ചെയ്തതിന് ശേഷം ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറിന് ശേഷമാണെങ്കിൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. അന്നേരം നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തിരിക്കുന്നത്.
അത്യാവശ്യം നല്ല രീതിയിൽ കറുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മുന്നേ നമ്മൾ തലയിൽ മൊത്തമായിട്ട് തേച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകുകയോ അല്ലെങ്കിൽ താളി അങ്ങനത്തുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുകയോ ചെയ്താൽ മതി. അന്നേരം നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നല്ല റിസൾട്ട് എന്ന് ഞാൻ എപ്പോഴും പറയുമ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് ആഹാര രീതിയിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇതിനോടൊപ്പം ഇത് ചെയ്യുമ്പോൾ മാത്രമാണ് എപ്പോഴും നല്ല റിസൾട്ട് കിട്ടാറുള്ളതെന്ന് എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. വീഡിയോയുടെ തുടക്കമോ അല്ലെങ്കിൽ ഉടക്കമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം കണ്ടിട്ട് ഒരുപാട് നെഗറ്റീവ് പറയുന്ന സുഹൃത്തുക്കളാണ് കൂടുതലും ഉള്ളത്. വീഡിയോ എപ്പോഴും മുഴുവനും കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക. അന്നേരം നമ്മളത് തേച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. ഞാൻ നല്ലൊരു താളിയാണ് പരിചയപ്പെടുത്തുന്നത്. പാടത്താളി എന്ന് പറയും. പണ്ട് കാലത്തൊക്കെ ഇതൊക്കെ സുലഭമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. അന്നേരം ഇത് യാദർച്ഛികമായിട്ട് പാടത്താളി കണ്ടപ്പം അത് ഒരു മൂടേ ഉള്ളായിരുന്നു. അത് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ അത് മാത്രം നമ്മൾ കല്ലിലരച്ചിട്ട് താളി രീതിയിൽ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നല്ലൊരു റിസൾട്ട് കിട്ടാനും വേണ്ടി കുറച്ച് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ ഈ ഒരു പാടത്താളിയും ഒരു ചെറിയ കഷ്ണം കറ്റാർവാഴയുടെ ഒരു തണ്ടും കൂടെ എടുക്കുന്നുണ്ട്. തലമുടിയിലുണ്ടാകുന്ന അഴുക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം താരനും ചൊറിച്ചിലും അതുപോലെ തന്നെ മുടിയുടെ തുമ്പ് പൊട്ടുന്നതിനൊക്കെ ഉപകാരപ്രദമായ നല്ലൊരു താളിയാണ് കേട്ടോ. അന്നേരം നമുക്ക് ഈ ഒരു കറ്റാർവാഴയുടെ 2 സൈഡും കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. പാടത്താളി മാത്രമായിട്ട് വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് താളി തയ്യാറാക്കാം. ഞാൻ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ചേരുവകൾ കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇരട്ടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വക ചേരുവകൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറ്റാർവാഴയ്ക്കൊപ്പം ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ കിളുന്ന തണ്ടുകളും ഇലയും കൂടെ ചേർക്കുന്നത്, മുട്ടും എല്ലാം കൂടാണ് ചേർക്കുന്നത് കേട്ടോ. തണുപ്പൊട്ടും പറ്റത്തില്ല, ജലദോഷമൊക്കെ വരുന്നവരാണെങ്കിൽ ഇതിലേക്ക് നമ്മൾ പനിക്കൂർക്കയും തുളസി ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് പനിക്കൂർക്കയും തുളസി ഇലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ലേശം വെള്ളമോ അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളമോ തേയിലവെള്ളമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പാടത്താളിക്കൊരു പ്രത്യേകതയുണ്ട്. അതിങ്ങനെ കട്ടയായിട്ടിരിക്കും കേട്ടോ. ഭയങ്കരമായിട്ട് പെട്ടെന്ന് അത് കട്ടയായിപ്പോൾ ഒരു ജെല്ലി രീതിയിലോട്ട് വരുന്നൊരു കാര്യമാണ് ഇതിങ്ങനെ അരച്ച് കഴിയുമ്പം. അല്ലാതെ നമ്മൾ കല്ലേ വെച്ച് നമ്മൾ ഏറ്റുകല്ലേ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചിട്ടെടുക്കുകയാണെങ്കിൽ ഒരു പത രീതിയിലാണ് വരുന്നതെങ്കിൽ മിക്സിയിൽ നമ്മൾ അരയ്ക്കുമ്പം ഈ ഒരു രീതിയിലാണ് വരുന്നത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ബൗളിലോട്ട് കുറച്ച് മാത്രം 1 രൂപയുടെ ഷാമ്പുവിൽ നിന്ന് കുറച്ച് മാത്രമാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ താളി ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അന്നേരം നല്ലപോലെ പതഞ്ഞ് വരും. നമുക്കൊരു ഷാമ്പൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു താളി രീതിയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ തലയൊട്ടിയിലും തലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളയുമ്പം തന്നെ ഒറ്റ യൂസിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു താളിയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ ഒരു ഹെയർ ഡേയും അതുപോലെ ഈ ഒരു താളിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അന്നേരം നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആഹാര രീതിയിലും മാറ്റങ്ങൾ വരുത്തുക. അതിനോടൊപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൂടെ ചെയ്യുമ്പം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ല 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.